മലപ്പുറത്ത് നടക്കുന്ന കുംഭമേളയെക്കുറിച്ച് മാധ്യമങ്ങൾ ആരും വാർത്തയൊന്നും നൽകിയിട്ടില്ല. അവിടെ എന്തെങ്കിലും മരണമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും പ്രതിഷേധങ്ങളോ അനിഷ്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ വാർത്ത കൊടുത്തരെ. അപ്പോൾ ഈ കുംഭമേളയെക്കുറിച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ട കൂട്ടത്തിൽ ഇന്ന് രാവിലെ കണ്ട ഒരു വീഡിയോ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസം ഉണ്ടാവും. ഈ അടുപ്പ് കൂട്ടി ചർച്ചയിൽ ദാവൂദ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നതാണ്, മലപ്പുറത്ത് ഒരു കുംഭമേള നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ സാമാന്യമായി മലപ്പുറത്തുകാരുടെ വിചാരം എന്തായിരിക്കും എന്ന് വെച്ചാൽ ഒരു ടാർപോളിയും വലിച്ചു കെട്ടി കുലുക്ക് സർബത്തും ബ്രെഡ് പോക്കറ്റും വിൽക്കാനുള്ള ഒരു അവസരം എന്നുള്ളതിലപ്പുറം മലപ്പുറത്തുകാർക്ക് ഇതിൽ ഒരു റോളും ഇല്ല. കുംഭമേള മലപ്പുറത്ത് നടക്കുകയാണ്, അതിലെന്താ പ്രയോജനം? കുറച്ച് മുസ്ലിങ്ങൾക്ക് പിന്നെ ടാർപ്പ് വലിച്ചു കെട്ടി മുട്ടായിയും വിൽക്കാം, കുറച്ച് ഐസും വിൽക്കാം, അതുകൊണ്ട് ലാഭമേ ഉള്ളൂ അവർക്ക്. അല്ലാതെ കുംഭമേള കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. എന്താണ് ഈ ഹിന്ദുവിൻ്റെ പരിപാടി നടക്കുമ്പോൾ ചില ആളുകൾക്ക് മാത്രം, എല്ലാവർക്കും അല്ല, ഇത്ര ചൊറിച്ചിലുണ്ടാകുന്ന കാരണം? അല്ല, അത് വളരെ സിമ്പിളാണ് കാര്യം. ഇത് മീഡിയ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ കാരണം ഞാൻ പറയാം. യഥാർത്ഥ കാരണം അത് എല്ലാവരുടെയും കണക്ക് തെറ്റിച്ചിട്ടുണ്ട്. കുംഭമേള എന്നതിന് പേര് പറയാൻ പാടില്ല എന്ന് സ്വാമി ചിന്മയാനന്ദപുരി ഉൾപ്പെടെ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. കുംഭമേള ഇന്ത്യയിൽ 4 സ്ഥലത്തേ ഉള്ളൂ. പുണ്യ പുരാതനമായ 4 പ്രധാനപ്പെട്ട നഗരങ്ങളിലാണ്. ഒന്ന് പ്രയാഗ്രാജിലാണ്, ഒന്ന് ഹരിദ്വാറിലാണ്, ഒന്ന് നാസിക്കിലാണ്, വേറൊന്ന് ഉജ്ജയിനിലാണ്. 4 ഉള്ളൂ. കുംഭമേള എന്നതിന് പേര് കുംഭമേളയ്ക്ക് സമാനമായ ദക്ഷിണേന്ത്യയിലെ ഒരു ഉത്സവം. ഇതിന് പേര് ശരിക്കും പറഞ്ഞാൽ നിള ആരതിയാണ്. നിള ആരതി, നിള നദിയെ ആരതി ഒഴിഞ്ഞ് ഭക്തജനങ്ങൾ പുണ്യനദിയായ ഒരു നദിക്ക് കൊടുക്കുന്ന ആദരവാണ് നിള ആരതി എന്ന്. ഞാൻ അവിടുത്തെ ഒരു സെമിനാറിന് പങ്കെടുത്തതാണ്. അത് ഞാൻ അവിടുത്തെ മുഴുവൻ സംഘാടകരും എന്നോട് പറഞ്ഞ കാര്യം വളരെ ശരിയുമാണ്. എന്താ കാര്യം എന്നറിയോ? സംഘാടകരും കണക്ക് കൂട്ടിയിട്ടില്ല. സംഘാടകർ ആദ്യമായിട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ഒരു ഉത്സവത്തെ പുനർനിർമ്മിക്കുകയാണ്, പുനഃസ്ഥാപിക്കുകയാണ്. ആ ഉത്സവത്തിന് എത്ര ആൾ വരും എന്നൊരു കണക്കുണ്ടായിരുന്നില്ല. അതിൻ്റെ ഭക്ഷണ ചെലവ് നിർവഹിക്കുന്നത് മോഹൻജിയാണ്, ആചാര്യ മോഹൻജി. മോഹൻജി എൻ്റെ കൂടെ സെമിനാറിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് പറയുന്ന കേട്ടു, ഒരു 2000 പേർക്ക് ഭക്ഷണം ഒരുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് എന്ന്. ഞാൻ പോയ ദിവസം 3 ദിവസം മുമ്പാണ്. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞ്, ഇന്ന് മാഷെ 20,000 പേർക്കാണ് ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ സാറ് പറഞ്ഞ കണക്കിന് ഓരോ ദിവസവും കൂടി വരികയാണ്, രാവും പകലും, സൂചി കുത്താനിടയില്ലാത്ത വിധം. എന്താ കാര്യം എന്ന് വെച്ചാൽ മനുഷ്യർ ഇത് ഹൃദയം കൊണ്ട് ഏറ്റെടുത്തു. പിന്നെ ആ വരുന്നതിൽ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഈ ഹിന്ദു മിത്തോളജി, ഹിന്ദു ഐതിഹ്യങ്ങളുമായിട്ടൊക്കെയുള്ള ബന്ധപ്പെട്ടതാണ് ഉത്സവമെങ്കിലും എല്ലാവർക്കും സന്തോഷമാണ്. എൻ്റെ നാട്ടിലാണല്ലോ ഇപ്പോൾ മലപ്പുറത്ത്. ഞാൻ അവിടെ തിരുനാവായയിലും തവനൂരിലും ഒക്കെ ഞാൻ താമസിച്ച ഹോട്ടൽ തൊട്ട് അവിടുത്തെ ഭക്ഷണം കഴിച്ച ഹോട്ടലുകാരൊക്കെ പലരും പരിചയക്കാരാണല്ലോ. ഇവർ പറയുന്നത് എന്താണെന്നറിയോ? എന്താ മാഷെ ഇത് ഇത്രയും കാലം താമസിച്ചത്? എല്ലാ കൊല്ലവും നടത്തേണ്ടതല്ലേ എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ അവർ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഈ ന്യൂസ് റൂമിൽ ഇരുന്നിട്ട് ഈ വിഷം വമിക്കുന്ന മീഡിയ വണ്ണുകാരനൊന്നും അല്ല കേട്ടോ മലപ്പുറത്തെ മുസ്ലിം. അവനത് മനസ്സിലായിട്ടില്ല. ഇനി ഞാനൊരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അതിനെ എന്തുകൊണ്ട് ആദരിക്കുന്നു? ഇതെന്നോ വരേണ്ടിയിരുന്ന. എന്താ കാരണം എന്നറിയോ? മാമാങ്കമല്ല, മാഘമകം. ഇത് മാഘമകമാണ് എന്ന് വെച്ചാൽ ഹിന്ദു കലണ്ടറിലെ മാഘമാസത്തിലെ 1-ാം തീയതി, മാഘമാസം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഉത്സവം, നമ്മുടെ ചിങ്ങമാസം പോലെ. മാഘമാസത്തിലെ നമ്മുടെ മകരത്തിന് സമാനമായ മാസമാണ്. മാഘമാസത്തിലെ 1-ാം ദിവസം തൊട്ട്, 1-ാം തീയതി തൊട്ട് മകം നക്ഷത്രം വരെ എന്ന് പറഞ്ഞാൽ 28 ദിവസം വരും. ആ 28 ദിവസത്തെ ഉത്സവമാണ് മാഘമകം. ഈ മാഘമകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നിരുന്ന ഉത്സവമാണ്. അതിൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഒരു ഐതിഹ്യം, നമ്മുടെ പരശുരാമൻ മഴുവെറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത് എന്നാണല്ലോ അതിൻ്റെ ഐതിഹ്യം. ഐതിഹ്യമായിട്ട് എടുക്കുക, ബഹുമാനിക്കുക. അതിനെ തലച്ചോറ് കൊണ്ട് വായിച്ചിട്ട് എന്നാണ് നടന്നതെന്നൊക്കെ ചോദിച്ചു നടക്കുന്ന യുക്തിവാദികളുടെ അങ്ങനെ നിലപാടെടുക്കേണ്ട കാര്യം എന്താ? അപ്പോൾ അങ്ങനെ ഐതിഹ്യമുണ്ട്. ഇദ്ദേഹം നമ്മുടെ പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ യാഗം നടത്തണമെങ്കിൽ എല്ലാ ദേവതകളും ദേവന്മാരും പങ്കെടുക്കണം. അപ്പോൾ രണ്ട് ദേവതകൾ തമ്മിൽ തർക്കമുണ്ടായി അത്രേ. അതായത്
ഗായത്രി ദേവിയും സരസ്വതി ദേവിയും തമ്മിൽ വഴക്കുണ്ടായി, തർക്കമുണ്ടായി. അപ്പോൾ അവർ പരസ്പരം ഈ ദേവകൾ പരസ്പരം ശപിക്കുക ചെയ്യുക. നീ നദിയായി പോകട്ടെ എന്നൊരാൾ ശപിച്ചു, ഞാനല്ല നീയും നദിയായി പോകട്ടെ. അപ്പോൾ രണ്ട് ദേവതകൾ തമ്മിൽ ശപിച്ചിട്ട് രണ്ടുപേരും നദിയായി തീരുക. അപ്പോഴാണ് ഈ ദേവഋഷികളൊക്കെ ഉണർന്നു, അവരുടെ തർക്കം തീർക്കാൻ വന്നു. തർക്കം തീർത്തപ്പോൾ പറഞ്ഞു, നിങ്ങളെ രണ്ടുപേരെയും ദേവലോകത്തിന് വേണം, നിങ്ങൾ രണ്ടുപേരും പൂർണ്ണമായി നദികളായി പോകരുത്, പകരം ഒരു കാര്യം ചെയ്തു, ശാപം തിരിച്ചെടുക്കാനും പറ്റില്ല. അപ്പോൾ ഇവരോട് പറഞ്ഞു, നിങ്ങളുടെ രണ്ടുപേരുടെയും അംശങ്ങൾ പുഴയായിക്കൊള്ളട്ടെ. അപ്പോൾ അത് മനോഹരമായൊരു സങ്കല്പമാണല്ലോ. രണ്ട് ദേവതകളുടെ അംശങ്ങൾ പുണ്യനദിയായിട്ട് ഒഴുകുക. അങ്ങനെയാണ് പേരാറ് എന്നൊരു നദി ഉണ്ടാകുന്നത്. എന്നിട്ട് പിന്നെ ഇത് കേട്ടപ്പോൾ, ഈ ഒരു അത്ഭുതം ലോകത്തിൽ സംഭവിക്കുന്നത് കേട്ടപ്പോൾ ഇന്ത്യയിലെ 7 നദികളും പുണ്യനദികളൊക്കെ, ഗംഗ, യമുന ഉൾപ്പെടെയുള്ള പുണ്യനദികളൊക്കെ വന്ന് അവരുടെ അംശങ്ങളും ഇതിലൂടെ ഒഴുകി എന്നാണ് വിശ്വാസം. എന്നുവെച്ചാൽ ഭാരതത്തിലെ സകല പുണ്യനദികളും 7 പുണ്യനദികളും ഒരുമിച്ചൊഴുകുന്ന ഒരു തീർത്ഥമായിട്ട് മാറി. അതിൻ്റെ ഉത്സവമാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഉത്സവമാണ് മാഘമകം ഉത്സവമായിട്ട്, ആ സന്തോഷമാണ്. പിന്നെ യാഗം നടന്നു, അതിൻ്റെ സന്തോഷമാണ്. അപ്പോൾ പിന്നീട് പിൽക്കാലത്ത് ഏതാണ്ട് 2 നൂറ്റാണ്ട് ഇപ്പോൾ സാമൂതിരി, ഇപ്പോൾ നാട്ടുരാജ്യങ്ങൾ വന്നു, ആധുനിക കാലത്ത് നാട്ടുരാജ്യങ്ങൾ വന്നു. സാമൂതിരി കോഴിക്കോട് വന്നിട്ട് വള്ളുവനാടിന് കീഴടക്കി. വള്ളുവനാടിന് കീഴടക്കിയപ്പോൾ ഈ വള്ളുവനാടിൻ്റെ ഭാഗമായ തിരുനാവായയിലാണ്. തിരുനാവായ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, പോയിട്ടുണ്ടോ അവിടെ? ഒന്ന് പോകണ്ടേ സാറേ, ഇപ്പോഴെങ്കിലും പോയില്ലെങ്കിൽ എന്നാ നിങ്ങൾ പോവാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ത്രിമൂർത്തികളുടെ 3 ക്ഷേത്രങ്ങളാണ് പുഴയുടെ അക്കരെ ഇക്കരയായിട്ട്. പുഴ ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ പടിഞ്ഞാറോട്ട് ഒഴുകുകയാണല്ലോ, ഭാരതപ്പുഴ പൊന്നാനി ചെന്നിട്ടാണ് ചേരുക. അപ്പോൾ ഈ പുഴ തിരുനാവായയിലൂടെ ഒഴുകുമ്പോൾ അതിൻ്റെ തെക്ക് ഭാഗത്ത് 2 ക്ഷേത്രങ്ങൾ, ബ്രഹ്മാവിൻ്റെ ക്ഷേത്രവും പരമശിവൻ്റെ ക്ഷേത്രവും തെക്ക് ഭാഗത്ത് തവനൂർ കരയിൽ. അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ഈ 2 ക്ഷേത്രങ്ങളിലും നിന്നിട്ട് നോക്കിയാൽ വടക്കേ കരയിൽ തിരുനാവായിൽ നാവാമുകുന്ദ ക്ഷേത്രം. നാവാമുകുന്ദ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ത്രിമൂർത്തികൾ ഒരുമിച്ച് ഒരു പുഴയുടെ അക്കരയും ഇക്കരയുമായി നിന്ന് പരസ്പരം കണ്ടുകൊണ്ട് തൊഴുന്ന ഒരു സങ്കല്പം. അതിൻ്റെ നടുവിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. അന്നാണ് ഭാരതപ്പുഴയാകുന്നത് ഇത്. അല്ലാതെ കേരളത്തിൻ്റെ ഒരു പുഴക്കെന്തിനാ ഭാരതപ്പുഴ? ഇതാണ് ഭാരതത്തിലെ 7 നദികളും വന്ന് ഒരുമിച്ച് ചേരുന്ന, അതാണ് ഇതിൻ്റെ സങ്കല്പം. ഈ മാഘമക ഉത്സവം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അവിടെ നടന്നു വന്നിരുന്നു. സാമൂതിരിയും വള്ളുവക്കോനാതിരിയും തമ്മിൽ യുദ്ധം നടത്തി വള്ളുവനാട് സാമൂതിരി കീഴടക്കി കഴിഞ്ഞപ്പോൾ സാമൂതിരി പിന്നെ ഈ ഉത്സവത്തിന് വരാൻ തുടങ്ങി. ഉത്സവത്തിൽ ആസ്ഥാനത്ത് സാമൂതിരിയാണ് ഇരിക്കുക. വള്ളുവക്കോനാതിരി വരാൻ പാടില്ല, അദ്ദേഹം തോറ്റതാണല്ലോ. ഉത്സവത്തിൽ വന്നിട്ട് ഒരു സ്ഥിരം പരിപാടി തുടങ്ങി, ഒരു വെല്ലുവിളി. ആരുണ്ടടാ എന്നെ വെല്ലുവിളിക്കാൻ? അപ്പോൾ ഈ വള്ളുവനാടിന് വേണ്ടി മരിക്കാൻ തയ്യാറായ കുറേ ചാവേറുകൾ, പാവങ്ങൾ എല്ലാ കൊല്ലവും നേർച്ചയാക്കിയിട്ട് അവിടെ മരിക്കാൻ പോകും. ആ മരിക്കാൻ പോകുമ്പോൾ അവരെ നേരിടാൻ സാമൂതിരി വരിക പട്ടാളമായിട്ടാണ്. സാമൂതിരിയുടെ പട്ടാളത്തോട് ഏറ്റുമുട്ടിയിട്ട് ഇവർ സ്ഥിരമായി മരിച്ചുകൊണ്ട്, അതാണ് ഈ ചാവേറുകൾ. ഇതാണ് മാമാങ്കം. യഥാർത്ഥത്തിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രകൃതിയെ വന്ദിച്ചുകൊണ്ട് നദികളെ ആരാധിച്ചിരുന്ന ഒരു മനോഹരമായ സങ്കല്പം, മനോഹരമായ ഒരു ഐതിഹ്യമുള്ള ഉത്സവം. ആ ഉത്സവത്തെ സാമൂതിരിയുടെ കാലമായപ്പോൾ യുദ്ധത്തിൻ്റെ ഉത്സവമായിട്ട് മാറി, കൊലപാതകത്തിൻ്റെ ഉത്സവമായി, കൂട്ടക്കൊലകളുടെ ഉത്സവമായി. ആ ഉത്സവത്തിന് പകരം ഞാൻ എന്തുകൊണ്ട് ഇതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഒരു യുദ്ധത്തിൻ്റെ ഉത്സവത്തെ, ചോരക്കളം തീർത്തിരുന്ന ഉത്സവത്തെ, ശവങ്ങളെ ആന വന്ന് മണിക്കിണർ എന്ന് പറഞ്ഞ കിണറുണ്ട് അവിടെ, ആനകൾ വന്നിട്ട് തട്ടി കൊണ്ടുപോയി മണിക്കിണറിൽ ഇടുക ചെയ്യുക ശവം. അങ്ങനെ ഒരു മനുഷ്യൻ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു ഓർമ്മയെ, അതിന് പകരം പ്രകൃതിയെ, അതിനു മുമ്പുണ്ടായിരുന്ന പ്രകൃതിയെ, നദികളെ ആരാധിക്കുന്ന ഒരു ഉത്സവത്തിലേക്ക്, എന്നുവെച്ചാൽ യുദ്ധത്തിൻ്റെ ആഘോഷത്തെ സമാധാനത്തിൻ്റെ ആഘോഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. ഇതിനെ എല്ലാവരും സ്വാഗതം ചെയ്യേണ്ടതാണ്. ഇത് എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നേക്കാൾ മുമ്പേ ഭക്തജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതിപ്പോൾ അവിടെ നടക്കുന്നത് എന്താ? നിളയാരതി, നിള എന്ന് പറയുന്ന ഒരു നദിയെ, ഒപ്പം അതിന് സാക്ഷികളാവുന്ന ഭാരതത്തിലെ മുഴുവൻ പുണ്യനദികളെയും ഒന്നിച്ച് ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ച് ആരാധിക്കുന്ന, ആലോചിച്ച് നോക്കൂ, പ്രകൃതിയെ ആരാധിക്കുന്ന ഏത് ഉത്സവവും നമ്മൾ എന്നും മനസ്സുകൊണ്ട് സ്വീകരിക്കണം. കാരണം എന്താ, അത് ഉണ്ടാക്കുന്ന ഒരു ശാന്തി വളരെ വലുതാണ്.
അതാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇവനുണ്ടല്ലോ, അവനെയൊക്കെ പേര് പറയാൻ എനിക്ക് മടിയാണ്. അത്രയും വർഗീയ വിഷം വമിക്കുന്നവരെ അതിനെ എതിർക്കുന്നുള്ളൂ. ഞാൻ നോക്കുമ്പോൾ ഞാൻ കണ്ടുമുട്ടിയ, ഞാൻ അവിടെ ആ സെമിനാറിന് പോയി, ആ വേദിയിൽ അട്ടുച്ച വെയിലത്ത് ആയിരക്കണക്കിന് ആളുകൾ ഇരിക്കുന്ന ഒരു പന്തലിനകത്ത് വിയർത്ത് കുളിച്ച ആളുകൾ ഇരിക്കുകയാണ്. സെമിനാറിന് പോലും പാതിരാത്രിയിലെ നേരം പുലരുവോളം ഉള്ള ഉത്സവത്തിന് ആളുകൾ എത്രയാണ്. അവിടെ കരിമരുന്നും ഇതൊന്നുമില്ല. ആരതി ഒഴിഞ്ഞിട്ടൊരു നദിയെ ആദരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ. ഒരുപാട് പ്രതിഷ്ഠകളെക്കാൾ വലിയൊരു പ്രതിഷ്ഠയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഒരു പുഴ മാറുകയാണ്. ഇതാണ് സംഭവിക്കുന്നത്. അതിനെ ഈ മാതിരിക്കാരുടെ വിഷലിപ്തമായ നാക്കുകൊണ്ട് പറഞ്ഞിട്ട് നാശാക്കരുത്. രണ്ടു മാത്രമല്ല, മലപ്പുറത്തെ മുഴുവൻ ജനമനസ്സുവിന് അനുകൂലമാണ് സാറേ. മുഴുവൻ കച്ചവടം ഉണ്ടാവും. അവനെന്താ ഇത്ര കുശുമ്പ് അതിനകത്ത്? അയോധ്യയിൽ പോയി വന്ന മുഴുവൻ മനുഷ്യരും പറയുന്നത് എന്താ അറിയോ? അയോധ്യയിൽ പോയി വന്ന എൻ്റെ അയൽക്കാരൊക്കെ എന്നോട് പറഞ്ഞത്, സാറേ 50 കൊല്ലം നമ്മൾ വെറുതെ മുദ്രാവാക്യം വിളിച്ച് നടന്നു. ഇപ്പൊ എന്താ? ഇപ്പൊ കോടിക്കണക്കിന് മനുഷ്യർ വരുന്നു. അവിടെ ഒരു ചായക്കട വെച്ചാൽ അവൻ കൂടി നന്നായി ജീവിച്ചു പോകുന്നു. പ്രദേശത്ത് ഒരു അമ്പലോ പള്ളിയോ ഒന്നും വേണ്ട, നിലക്കടല വിറ്റാ ജീവിച്ചൂടാ സാറേ? എത്ര കുട്ടികൾക്ക് കുടുംബത്തിനും ജീവിക്കാം. ഇതാണ് ഇതിന്റെ ശാന്തി ആഗ്രഹിക്കുന്ന, സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് എല്ലാ ഭക്തിയും നല്ലതാണെന്നേ. അതിപ്പോ ഞാൻ അവിടെ മനസ്സുകൊണ്ട് തൊഴുന്നത് എന്തിനാണ്? ഞാൻ പ്രകൃതിയെയാണ് തൊഴുന്നത്. സരസ്വതിയും ഗായത്രിയും നമുക്ക് നമ്മുടെ ഈ സംസ്കാരത്തിന്റെ ദേവതകളല്ലേ, അങ്ങനെ കണ്ടുകൂടെ? അത് കാണണമെങ്കിൽ മനസ്സിനകത്തുനിന്ന് ഈ സാധനം മാറ്റിവെക്കണം. നിറഞ്ഞു തുളുമ്പുന്ന ഈ നൊരയുന്ന വിഷം ഉണ്ടല്ലോ, അത് മാറ്റിവെക്കണം. എനിക്ക് തോന്നുന്നു മീഡിയ വൺ എന്ത് പറയുന്നു നിങ്ങൾ നോക്കണ്ട. മീഡിയ വൺ പറയുന്നതല്ല മലപ്പുറം. മലപ്പുറം ഇതിന് നെഞ്ചേറ്റി കഴിഞ്ഞു. ഒരു ചെറിയ കാര്യം ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ സംഘാടകരുടെ കണക്ക് തെറ്റിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യർ, വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ തിരുനാവായിൽ. ഇപ്പോൾ പുഴയിൽ വെള്ളം കുറവായതുകൊണ്ട് ആ മണത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ, ആളുകൾക്ക് റൂം കിട്ടാനില്ല. മലപ്പുറം ജില്ലയിലെ ഒരു 40 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ നഗരങ്ങളിലും റൂം ഫുള്ളാണ്. എനിക്കൊരു ചെറിയ മുറി കിട്ടിയത് പരിചയത്തിൻ്റെ പുറത്താണ്. അപ്പം അങ്ങനെ കഷ്ടപ്പെട്ടാണെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായില്ലല്ലോ. ഇവനൊക്കെ കാത്തിരിക്കുന്നതാ. ധന്യ പറഞ്ഞതാ. കുംഭമേളയിൽ അപകടം ഉണ്ടായി, കുംഭമേളയിൽ ഒരു അക്രമം ഉണ്ടായി, കുംഭമേളയിൽ എന്തെങ്കിലും ഒരു അസ്വാരസ്യം ഉണ്ട്, അത് കേൾക്കാൻ കാത്തിരിക്കുക. ഇവൻ അവസരം കൊടുക്കൂല എന്ന് എൻ്റെ വിശ്വാസം. ജനങ്ങളുടെ മനസ്സിൽ ഈ സാധനമുണ്ട്. അത് വളരെ നന്നായിട്ടുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ ഈ ഉത്സവം അനിവാര്യമാണ്. സംസ്കാരം പരിശോധിച്ചാൽ അനിവാര്യമാണ്. സർവോപരി പുതിയ കാലത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? മാനവരാശിയുടെ മുമ്പിൽ പ്രകൃതിയുടെ നാശമാണ്. പ്രകൃതിയെ തിരിച്ചു പിടിക്കാനുള്ള ഉത്സവമാണിത്. എല്ലാ അർത്ഥത്തിലും ഇരു കൈകളും നീട്ടി മലയാളി ഇതിനെ സ്വീകരിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ എത്ര ലക്ഷം മനുഷ്യർ, ഇന്നാണ് സമാപനം. ഇത് ആലങ്കാരികമായിട്ടൊരു 15 ദിവസത്തെ 2 പക്ഷത്തെ ഉത്സവമായിട്ട് ചുരുക്കിയതാണ്. ഒരു മാസം 28 ദിവസം നടത്തേണ്ടതാണ് ശരിക്കും. ഇനി അങ്ങനെ പോവുമായിരിക്കും. പക്ഷേ ഇനിയുള്ളത് വളരെ പ്ലാനോടും കൂടിയിട്ടൊക്കെ നടക്കും. കാരണം ആളുകൾ വരുമെന്ന് മനസ്സിലായി. ഇനി ഒന്നും വേണ്ട. ഇനി മീഡിയ പറ്റിയല്ല എനിക്കറിയാം. മലയാളത്തിലെ പ്രധാനപ്പെട്ട 3 മീഡിയയിലെ തമ്പുരാക്കന്മാർ എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് നാളെ മാഘ ഉത്സവം തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ തീരുമാനിച്ചത് മീഡിയക്കാരൻ അത് വേണമെങ്കിൽ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു 1 ലൈൻ വാർത്ത എന്നാണ്. 2 ദിവസം കഴിഞ്ഞ് അവിടെ ജനപങ്കാളിത്തം കണ്ടപ്പോൾ ഈ യജമാനന്മാർ തീരുമാനിച്ചു ഇനി മുതൽ വാർത്ത 1-ാം പേജിലേക്ക് മാറ്റി. അപ്പോഴാണ് തീരുമാനിക്കുന്നത്. അത് അവരുടെ കുഴപ്പമല്ല കേട്ടോ, സംഘാടകരും പ്രതീക്ഷിച്ചിട്ടില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഇത്രയുള്ള ഇതിൻ്റെ കാര്യം. അത് നമ്മൾ ഈ പറയുന്ന ഈ നെഗറ്റീവ് വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് കിട്ടാതിരിക്കട്ടെ, ഒന്നും കിട്ടാതിരിക്കട്ടെ. അനിഷ്ട സംഭവങ്ങൾ അറിയാതെ പോലും സംഭവിക്കരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം അത്രയേറെ ജനങ്ങൾക്ക് ഇഷ്ടമായി അത്, ജനങ്ങളത് സ്വീകരിച്ചു കഴിഞ്ഞു. അതാണ് ഇതിൻ്റെ അവസ്ഥ. അവിടെ ലക്ഷങ്ങൾ ഒഴുകിയെത്തുന്നു. പിന്നെ അദ്ദേഹം അതിനെ പറ്റിയുള്ള ഒരു വിശദീകരണം വളരെ കൃത്യമായിട്ട് കൊടുത്തല്ലോ. അപ്പോൾ അതിനകത്ത് ഈ ഒരു മാമാങ്കം ഏതാണ്ട് 250 കൊല്ലം മുമ്പ് നടന്നിരുന്ന 250 കൊല്ലം മുമ്പ് നടന്നിരുന്ന നിർത്തിവെച്ചിരുന്ന, അല്ലെങ്കിൽ ഈ മുഹമ്മദ് മാഷ് പറഞ്ഞതുപോലെ അതിൻ്റെ കൃത്യമായ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു നദിയെ പുണ്യനദിയായിട്ട് കാണുകയും ദൈവമായിട്ട് കാണുകയും അവനെ പ്രകൃതി സ്നേഹിക്കുകയും ചെയ്യുന്ന അതേ മാനത്തിൽ വീണ്ടും കൊണ്ടുവരുന്നു. മനസ്സിലാവുന്നു. അപ്പൊ അതിനെ ഈ പറഞ്ഞത് മാമാങ്കം അതാണ് കറക്റ്റ്. നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്ന മാമാങ്കം അല്ല ആഘോഷിക്കേണ്ടത്.
ചരിത്രത്തിൽ പഠിക്കുന്ന മാമാങ്കം ഉണ്ടായിട്ടുണ്ട്. അതെ അതെ, അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. അത് സാമൂതിരിയുടെ കാലത്ത് വന്നിരുന്ന് വെല്ലുവിളിക്കുന്നു, ബാക്കിയുള്ളവരെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആരുമില്ലെങ്കിൽ പോലും അതിന് നിയോഗിക്കപ്പെടുന്നു, കുറെ പേര് മരിക്കുന്നു, അതൊരു ആഘോഷമാക്കുന്നു. അപ്പം നേരത്തെ ഇതിന്റെ കാര്യം അങ്ങനെയല്ലായിരുന്നു. അപ്പം ഇതിനകത്ത് ഈ പറയുന്നത് പോലെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ കുംഭമേളയല്ല, കുംഭമേള എന്ന് പറഞ്ഞാൽ അതിനൊരു ചരിത്രമുണ്ട്. കണ്ട് ഈ പാലാഴി കടന്നപ്പം നദി അസുരന്മാരും ദേവന്മാരുടെ ഈ അമൃതിന് വേണ്ടി മത്സരിപ്പിച്ചപ്പം ഈ ഗരുഡൻ എടുത്തുകൊണ്ട് പോയി. ഗരുഡൻ പറന്ന് ക്ഷീണിച്ച് 4 കൊണ്ടുവച്ച് അവിടെ തുളുമ്പിയെന്നാണ്. അപ്പം ആ സ്നാനത്തിൽ കൂടി അമൃത സ്നാനമാണ് കിട്ടുന്നതെന്നാണ് കുംഭമേള വരുന്നത്. പക്ഷെ ഇതല്ല, ഇത് ആരതിയാണ്. ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആ നദി അല്ലേ, ആദ്യ നദി, അതിന് ആരതി ഒഴിഞ്ഞ് പക്ഷെ ഇതിനകത്ത് കുംഭമേള ആദ്യം തൊട്ടേ ഈ സാർ പറഞ്ഞതുപോലെ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇത് വിഷയമല്ല, യഥാർത്ഥ മുസ്ലിങ്ങൾക്ക്. പക്ഷേ വരുന്ന മഹദൂദോ ദാവൂദ് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ഉണ്ട്. 100 എണ്ണം എടുക്കുമ്പോൾ 4 എണ്ണം ഉള്ളവൻ, അവനിത് പ്രചരിപ്പിക്കാൻ മാധ്യമമുണ്ട്, ചാനലുണ്ട്. അവനാണ് വലുതെന്ന് ഒരുപക്ഷെ ഇപ്പൊ അവിടുത്തെ ഈ മുസ്ലിം ലീഗ് പോലും വിചാരിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അപ്പം അത് അവിടുത്തെ മുസ്ലിങ്ങൾക്ക് അതുകൊണ്ട് മുസ്ലിങ്ങൾ അവിടെ ഉണ്ട്, ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കുന്നവരാ. ഒരുപക്ഷെ പൈസ കൊടുത്താണെങ്കിൽ പോലും ചായ കുടിക്കാൻ ചായക്കട വേണ്ടേ, പിന്നെന്താ സാധനങ്ങൾ മേടിക്കാൻ അതിന് ഒരുക്കുന്ന അവർ വലിയ ആഘോഷമില്ല, അവർക്ക് അവിടെ തർക്കമില്ല. പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പൊ എന്നേ പ്രശ്നമായി പോയനല്ലോ. അവർക്ക് വിഷയമുണ്ടെങ്കിൽ അവിടെ കുംഭമേള നടക്കുവോ? അടിയല്ലേ നടക്കത്തുള്ളൂ. ഇവിടുന്ന് ആലോചിച്ച് ഇപ്പൊ തന്നെ ഇന്ന് രാവിലെ 3 ലക്ഷം പേരുണ്ട്. 18ാമത്തെ ദിവസം ചരിത്രത്തിന്റെ താളുകൾ രേഖപ്പെടുത്തുന്ന ദിവസമായിട്ട് ഇന്ന് മാറും. വൈകിട്ടാകുമ്പോഴത്തേന് അത് 10 ലക്ഷം കവിയോന്നാ പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഇതിന്റെ വരുമാന പ്രദേശത്തിനല്ലേ, ഇതൊരു ആഘോഷമല്ലേ. അത് ഏത് മതത്തിന്റെ ആയാലും അതൊരു ആഘോഷം. നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അതിന്റെ ഒരു വൈബ്രേഷൻ വേറെയാണ്. അത് അവിടുത്തെ ആൾക്കാരെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷെ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അതിനകത്ത് വിഷം കലർത്താനും ശ്രമിക്കുന്നു. അതിന്റെ ആദ്യഘട്ടത്തിൽ ഇതിന് പരസ്യമേ കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. പരസ്യമേ കൊടുക്കുന്നില്ലെന്ന് മാധ്യമം സാറ് പറഞ്ഞതുപോലെ പ്രാദേശിക മാധ്യമങ്ങൾ മാത്രമാണ് കൊടുത്തേക്ക് തരാം. അകത്തെ പെയ്യുന്ന വെളിയിൽ നമ്മുടെ ഇവിടെങ്ങും വരുന്ന പത്രത്തിലൊന്നും മുമ്പ് വാർത്തയില്ല. അപ്പം അതിന്റെ പുറകിൽ ആരോ ഇത് ഒതുക്കാൻ, അല്ലെങ്കിൽ ഇത് ആരും അങ്ങ് അറിയണ്ട, ഒതുക്കാൻ ശ്രമിക്കും. അതിനനുസരിച്ച് ഏത് സാധനം നമ്മൾ അണ കെട്ടുമ്പോൾ വെള്ളത്തിന് ശക്തി കൂടുന്നത് പോലെ ഈ പറയുന്നത് ഒതുക്കാൻ ശ്രമിച്ചു. അതിനേക്കാൾ അതൊക്കെ ഉണ്ടായാലും ഇത് നടക്കും. എന്താ കാര്യം എന്നറിയോ? ഇതിൻ്റെ വിജയം എന്താണെന്നറിയോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലെ എല്ലാ ഹിന്ദു സംഘടനകൾ അവിടെ വന്ന് ആത്മാർപ്പണം ചെയ്യുകയാണ്. ഈ 18 തുടർച്ചയായിട്ട് രാവും പകലും സേവനം ചെയ്യുക, ഷിഫ്റ്റായിട്ട് വീടും കൂടി ഒഴിഞ്ഞിങ്ങോട്ട് പോന്നിരിക്കുകയാണ്. ഇവിടെ കൂടുകയാണ് അവർ ചെയ്യുക. അവർ സേവനം എന്താണെന്നറിയോ? ഇപ്പോൾ ഉദാഹരണത്തിന് മാതാമൃതാനന്ദമയി മഠത്തിലെ സ്വാമിനിമാർ അവിടെ ചെയ്യുന്ന വർക്ക് കണ്ണ് തള്ളിപ്പോയി. എന്താ അവർ ചെയ്യുന്ന വർക്ക് എന്നറിയോ? ഈ നദിയിൽ അവിടെ നടക്കുന്ന മാലിന്യങ്ങൾ ക്ലീൻ ചെയ്യുക. ഇവരുണ്ടല്ലോ ക്യൂ നിന്ന് ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരുണ്ട്, അവരുടെ എച്ചിൽ പാത്രം കഴുകി കൊടുക്കുക, അവിടുത്തെ ചെരുപ്പുകൾ ഒതുക്കി വെക്കുക. ഇതിനാണ് ഡെഡിക്കേഷൻ എന്ന് പറയുക, ഇതിനാണ് ആത്മീയത എന്ന് പറയുക, അതിനാണ് സമർപ്പണം എന്ന് പറയുക. അത് അവർ മാത്രമല്ല സർ, സേവാഭാരതി, എല്ലാവരും, എല്ലാ സംഘടനകളും അവരെ കൊണ്ടാവുന്ന വിധം, പിന്നെ മലപ്പുറത്തും ഒക്കെയുള്ള NSS, SNDP, എല്ലാ സംഘടനകളും ഉണ്ട്. ഹൈന്ദവ സംഘടനകൾ ഒരു മാതൃകാ ഉത്സവം എങ്ങനെ നടത്തും? ഭക്ഷണം ഉണ്ടാക്കാൻ, വിളമ്പാൻ. അവരൊന്നും ഭക്ഷണം കഴിക്കുകയല്ല, കഴിപ്പിക്കുകയാണ് എല്ലാവരെയും. വണ്ടി ബ്ലോക്കായ ഒരാളെ പുറത്തെത്തിക്കും. ഞാൻ കണ്ടു, ഇപ്പം ഞാൻ അനുഭവിച്ചാണത്. വണ്ടി മുഴുവൻ ബ്ലോക്കാണ്, കാരണം ചെറിയ റോഡുകളേ ഉള്ളൂ. അതൊക്കെ ഇനി മാറ്റണം. അപ്പോൾ അതിലൂടെ കടക്കാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരാളെ ഒരു രോഗിയെ എത്തിക്കാൻ കാറ് പോവില്ലെങ്കിൽ അവർ 2 പേര്, ഞാൻ കണ്ടു കുട്ടികൾ ബൈക്കിലിരുന്നിട്ട് ഒരു രോഗി എങ്ങനെ ഒരു കയ്യിൽ ഉയർത്തി പിടിച്ചിട്ട് അവർ സിഗ്സാഗായിട്ട് പോയി ആശുപത്രി. അപാരമായ സേവനമാണ് സാർ. അപ്പോൾ അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ മനസ്സും സമർപ്പണവുമാണ് വിശ്വാസം. ഇത് കണ്ട് അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടുത്തെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും, കുംഭമേള എന്ന ആളുകൾ വിളിക്കുന്നെങ്കിൽ വിളിച്ചോട്ടെ, അതല്ല നിളയാരതിയാണ് ശരി, നിളയാരതിയെ വിളിച്ചാലും, മാമാങ്കം എന്ന് വിളിച്ചാലും, മാഘമകം എന്ന് വിളിച്ചാലും ദൈവാനുഗ്രഹം ഉണ്ടാവും ആ ഉത്സവത്തിനാണ് എൻ്റെ വിശ്വാസം. അതിന് ദൈവദോഷികളായ ഈ മാതിരി നിന്നല്ല, ഇപ്പോൾ നീ പറഞ്ഞ ആളുകൾ വല്ല സ്റ്റുഡിയോയിലും ഇരുന്നിട്ട് മനുഷ്യനും ദൈവത്തിനും നിരക്കാത്ത വർഗീയത പറഞ്ഞാലുണ്ടല്ലോ, ദൈവം അവർക്ക് കൊടുക്കേണ്ട കൊടുത്തോളൂ.